നമ്മുടെ ചിന്തകൾ ഭയങ്കര പവർഫുള്ളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഫുള്ള് നശിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചിന്തകൾ കാരണമാവും. ആവശ്യമില്ലാത്ത പല ചിന്തകളും അത്യാഗ്രഹവുമെല്ലാം ഒരുപക്ഷെ നമ്മുടെ എൻറ്റയർ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കും. അങ്ങനെ ഒരു നിമിഷത്തെ ചിന്തയുടെ പേരിൽ ജീവിതം തന്നെ മാറിയ ഒരാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഒരിടത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആള് വർക്ക് ചെയ്തിരുന്നത് ഈ പണം പലിശക്കൊക്കെ കൊടുക്കുന്ന ഒരാളുടെ കീഴിലായിരുന്നു. അങ്ങനെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ മുതലാളി ഇവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആളുകൾ തന്ന പൈസയിൽ നീ കൃത്രിമത്വം കാണിക്കണം, അല്ലെങ്കിൽ ആളുകളുടെ തന്ന പൈസയുടെ കണക്ക് നീ മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. ഇവൻ ഭയങ്കര ഹോണസ്റ്റ് ആയിരുന്നു, ഭയങ്കര സത്യസന്ധനായിരുന്നതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ജോലി റിസൈൻ ചെയ്ത് അവിടുന്ന് പോരുന്നു. അങ്ങനെ ഇവൻ ദിവസവും ജോലി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഇവന് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. അവസാനം അവൻ വിഷമിച്ച് സങ്കടത്തോടെ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ പുറകിൽ ഒരു ഓൾഡ് മാൻ 3 ഭാരമുള്ള സഞ്ചികളുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാഗ്സുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ ഹെൽപ്പിന് വേണ്ടി ഇവനെ വിളിക്കുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ പെട്ടെന്ന് തന്നെ വരുന്നു, ഞാൻ സഹായിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ വയസ്സായിട്ടുള്ള മനുഷ്യൻ പറയുന്നു, എൻ്റെ അടുത്ത് 3 ബാഗുകളുണ്ട്, ഇത് 3ഉം ഭയങ്കര ഹെവിയാണ്. എനിക്കിത് ഒറ്റക്ക് താങ്ങി പിടിച്ചുകൊണ്ട് അടുത്തുള്ള ഗ്രാമത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അടുത്തുള്ള ഗ്രാമം എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ് ആണ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയുന്നു, എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാനിത് എടുത്ത് നിങ്ങളുടെ പുറകെ വരാം എന്ന് പറയാണ്. അപ്പോൾ ഈ ഓൾഡായിട്ടുള്ള മനുഷ്യൻ പറയുന്നു, ശരി, ഞാൻ നിനക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ നൽകാമെന്ന് പറയുന്നു. എന്നിട്ട് ഈ വയസ്സായിട്ടുള്ള മനുഷ്യൻ 2 ബാഗ് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിന് വലിയ കനമില്ല, മറ്റേ ബാഗ്, 3ാമത്തെ ബാഗ് നല്ല കനമുണ്ട്, നീ അത് എടുത്ത് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മുന്നിൽ നടക്കുന്നു. ഇവൻ ഈ വലിയ ബാഗും എടുത്ത് പുറകിൽ നടക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇവനിത് ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇവൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ വയസ്സായിട്ടുള്ള മനുഷ്യൻ പറയുന്നു, അത് വെയിറ്റ് ഉണ്ടാവും, കാരണം അതിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ വയസ്സായിട്ടുള്ള മനുഷ്യൻ ഇവനെ തന്നെ നോക്കുന്നു, കാരണം ഇവന് വേണമെങ്കിൽ ഈ പൈസ എടുത്തുകൊണ്ട് ഓടാം, കാരണം വയസ്സായിട്ടുള്ള മനുഷ്യനാണ്, ഇവനെ ക്യാച്ച് ചെയ്ത് പിടിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്നിട്ട് പിന്നെയും കുറച്ച് ദൂരം നടക്കുന്നു. ഈ മനുഷ്യൻ ഇവനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവന് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ഇദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നീട് കുറച്ച് ദൂരം കൂടെ നടന്നപ്പോൾ ഒരു നദി വരികയാണ്, ഒരു പുഴ വരികയാണ്. അപ്പോൾ അത് മുറിച്ച് കിടക്കണം. അപ്പോൾ ഇവൻ ആ നദിയിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇവൻ തിരിച്ചു വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വയസ്സായില്ലേ, എനിക്ക് ഈ 2 സഞ്ചിയും അല്ലെങ്കിൽ 2 ബാഗും എടുത്ത് എന്നെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ശരി, എങ്കിൽ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവനത് വാങ്ങുകയാണ്. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ പറയാണ്, ഇതിൽ മുഴുവൻ വെള്ളി നാണയങ്ങളാണ്, നീ എന്നെ പറ്റിച്ചിട്ട് ഓടിപ്പോവില്ലല്ലോ, നീ ഓടിപ്പോയാൽ എന്നെ കൊണ്ട് നിന്നെ ഒരുപക്ഷെ പിടിക്കാൻ സാധിച്ചോളണം എന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ പറയുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്, കാരണം ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തത് എൻ്റെ ജോലിയിൽ സത്യസന്ധമല്ലാത്തൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തത്. ഞാൻ ആരെയും പറ്റിക്കുന്ന ഒരാളല്ല, എനിക്ക് ആരെയും പറ്റിക്കണമെന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവൻ ഇത് എടുത്തുകൊണ്ട് മുന്നിൽ നടക്കുന്നു, നദി കടന്നു പോകുന്നു. ബാക്കിൽ ഈ വയസ്സായ മനുഷ്യൻ നടന്നു വരുന്നു. അങ്ങനെ പിന്നീട് നടന്ന് വലിയൊരു മലയുടെ താഴ്വാരത്തെത്തുന്നു. അവിടെ എത്തുമ്പോൾ ഈ യുവാവ് മെല്ലെ മെല്ലെ കയറി പോകുന്നു. ആ സമയത്ത് വയസ്സായ മനുഷ്യൻ താഴെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ വേഗം വരൂ, നമുക്ക് കയറി പോവാമെന്ന് പറയുമ്പോൾ, എനിക്ക് വയസ്സായി, എനിക്ക് ഈ ബാഗുമായിട്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ തരൂ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇവൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ പറയുന്നു, ഇതിലും സ്വർണ്ണ നാണയങ്ങളാണ്, നീ എന്നെ കബളിപ്പിച്ച് പോവരുത് എന്ന് പറയുന്നു. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് ഇവനത് വാങ്ങി ഇവൻ നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ പറയുന്നു, നീ വേഗം നടന്ന് അപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ എന്നെ കാത്തു നിന്നാൽ മതി, ഞാൻ മെല്ലെ മെല്ലെ നടന്നു വന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ ഈ മല കയറി ഇറങ്ങി അവൻ അപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ ഇവന് വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങുന്നു. കാരണം ഇവനിപ്പോൾ ഇതുകൊണ്ട് എടുത്ത് ഓടിയാലും ആ വയസ്സായ മനുഷ്യൻ തന്നെ പിടിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ഇനി വളരെ കുറച്ച് കാലം കൂടി ജീവിക്കാൻ പറ്റൂ, കാരണം വയസ്സായി. എന്നാൽ എനിക്കങ്ങനെയല്ല, എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. എനിക്ക് നല്ലൊരു വിവാഹം കഴിക്കാം, നല്ലൊരു വീട് വെക്കാം, അതുപോലെ തന്നെ വളരെ സമ്പന്നനായി ജീവിക്കാം. സോ ഞാനിത് എടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് അവൻ അങ്ങനെയെല്ലാം വേണ്ടാത്ത ചിന്തകൾ ആലോചിച്ച് അവൻ അവിടെ നിന്നും ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി തൻ്റെ വീട്ടിലെത്തി ആ സഞ്ചികളെല്ലാം തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും സ്വർണ്ണ നാണയങ്ങളായിരുന്നില്ല, മറിച്ച് നിറയെ ഉരുടൻ കല്ലുകളായിരുന്നു. ഇവൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് ആലോചിക്കുമ്പോൾ അവന് ആ ഉരുളൻ കല്ലുകൾക്കിടയിൽ നിന്നും ഒരു കത്ത് കിട്ടുകയാണ്. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്,
എനിക്ക് വയസ്സായി, എനിക്ക് അനന്തരാവകാശികളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനാണ്. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചാൽ അവനെ എന്റെ അനന്തരാവകാശിയാക്കും. ഞാൻ അവനെ അഡോപ്റ്റ് ചെയ്യും. പിന്നീട് അവനായിരിക്കും ഈ രാജ്യത്തിന്റെ രാജാവ്. നിങ്ങളിതെടുത്ത് ഓടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളായിരുന്നു ഈ രാജ്യത്തിന്റെ ഭാവി രാജാവ്. ഇത് കാണുന്ന അവന് ഭയങ്കര വിഷമം തോന്നുകയാണ്. കാരണം അവന്റെ എൻറ്റയർ ലൈഫ്, അവൻ ജീവിച്ച ഇത്രയും കാലം അവൻ വളരെ സ്നേഹമുള്ള, വളരെ നന്ദിയുള്ള, വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഒരൊറ്റ ചിന്ത അവന്റെ മനസ്സിലേക്ക് വന്നു. ഒരൊറ്റ നിമിഷത്തെ അത്യാഗ്രഹം മൂലം അവന്റെ എൻറ്റയർ ലൈഫിന്റെ പ്ലാൻ തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അവന്റെ ലൈഫ് ചേഞ്ച് ആവാനുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് അവനായിട്ട് തന്നെ നശിപ്പിച്ചു. അവൻ അത്രയും കാലം കാത്തു സൂക്ഷിച്ച അവന്റെ ലൈഫിന്റെ വാല്യൂ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ ഇല്ലാതാക്കി. അതുകൊണ്ട് അവന്റെ മുന്നോട്ടുള്ള ഏറ്റവും നല്ല ജീവിതത്തെ അവനക്ക് ബലി കൊടുക്കേണ്ടി വന്നു. സോ നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ നമ്മുടെ ചിന്തകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു എനിമിയേക്കാൾ നമുക്ക് അപകടമാകുന്നത് നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളാണ്. സോ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ലതുപോലെ ജീവിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. ഹാവ് എ നൈസ് ഡേ.